ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ആത്മഭാവങ്ങളെ, പുരാണ കഥകളിലൂടെയുള്ള നമ്മുടെ യാത്രയിൽ ഇന്നത്തെ കഥ ഇന്ദ്രൻ അഗസ്ത്യനോട് മത്സരിച്ചതാണ്. പ്രിയരെ, പണ്ട് അഗസ്ത്യൻ 12 കൊല്ലം നീണ്ടു നിൽക്കുന്ന ഒരു യജ്ഞം ആരംഭിച്ചു. അനേകം ഋഷിമാർ യാഗത്തിൽ പങ്കെടുത്തു. യാഗം പരിസമാപ്തിയിലെത്താറായപ്പോൾ ഇന്ദ്രൻ ഭയവിഹ്വലനായിത്തീർന്നു. ദേവാധിപനായ തന്നെക്കാൾ ശ്രേഷ്ഠനായി അഗസ്ത്യൻ മാറുമോ എന്നതായിരുന്നു ഭയകാരണം. യാഗം മുടക്കാൻ തന്നെ ഇന്ദ്രൻ തീരുമാനിച്ചു. അതിനായി ഇന്ദ്രൻ ഭൂമിയിൽ മഴ പെയ്യിക്കാതെയായി. ദീർഘനാൾ മഴയില്ലാതെ വന്നതോടെ ഭൂമി ഉണങ്ങിവരണ്ടു. ധാന്യങ്ങൾ ഒരിടത്തും വിളഞ്ഞില്ല. ഭൂമി മുഴുവൻ ദാരിദ്ര്യത്തിൽ മുങ്ങിക്കൊണ്ടിരുന്നു. എന്നാൽ അഗസ്ത്യന്റെ യജ്ഞത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും സുഖഭക്ഷണം ലഭിച്ചുകൊണ്ടിരുന്നു. പക്ഷേ മുനിമാർ ആശങ്കാകുലരായി. അനാവൃഷ്ടി ഇങ്ങനെ തുടർന്നു പോയാൽ ഭൂമി നശിക്കുക തന്നെ ചെയ്യും. മുനിമാർ അഗസ്ത്യനോട് വിവരം പറഞ്ഞു. നിങ്ങൾ ഭയക്കേണ്ടതില്ല. അടുത്ത നാളിൽ തന്നെ ഇന്ദ്രൻ മഴ പെയ്യിക്കാൻ തയ്യാറായില്ലെങ്കിൽ ഞാൻ തന്നെ ഇന്ദ്രനായി മാറി ഭൂമിയിൽ മഴ പെയ്യിക്കും. അഗസ്ത്യൻ എല്ലാവരോടുമായി അറിയിച്ചു. ഈ സമയത്ത് ജനങ്ങൾ ബ്രഹ്മദേവനെ ഉപാസിക്കാൻ തുടങ്ങി. ജനങ്ങളുടെ ദുഃഖവും അഗസ്ത്യന്റെ നിശ്ചയദാർഢ്യവും കണ്ടറിഞ്ഞ ബ്രഹ്മാവ് ഇന്ദ്രന് മുന്നിൽ പ്രത്യക്ഷനായി അരുളി ചെയ്തു. ദേവേന്ദ്ര, അങ്ങയുടെ സ്ഥാനം നഷ്ടപ്പെടുമെന്ന ഭയത്താൽ ജനങ്ങളെ കഷ്ടപ്പെടുത്തുന്നത് തീർത്തും ധർമ്മവിരുദ്ധമാണ്. ഭൂമിയിൽ സുലഭ വൃഷ്ടി നൽകേണ്ടത് അങ്ങയുടെ കർത്തവ്യമാണ്. അങ്ങ് ഇതിൽ നിന്നും പിന്മാറുന്ന പക്ഷം ആ ധർമ്മം അഗസ്ത്യൻ ഏറ്റെടുക്കുമെന്ന് ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്നു. അങ്ങ് ഉടൻ തന്നെ സ്വന്തം ജോലിയിൽ വ്യാപൃതനായില്ലെങ്കിൽ പ്രത്യാഘാതം ഭയങ്കരമായിരിക്കും. ബ്രഹ്മദേവന്റെ വാക്കുകൾ ഇന്ദ്രനെ ഭയപ്പെടുത്തി. അദ്ദേഹം ഉടൻ തന്നെ മഴ പെയ്യിച്ചു. അതോടെ ഇന്ദ്രൻ അഗസ്ത്യ ശാപത്തിൽ നിന്നും മുക്തനായി. സ്നേഹപൂർവ്വം, രഞ്ജൻ, കയനാട്.